മഴക്കാലത്തെ എൻ്റെ ചെറിയ ഗാർഡൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും അതേപോലെ ഏതൊക്കെ ചെടികൾ ഷെയ്ഡിലേക്ക് മാറ്റണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഷെയ്ഡിൽ ഹാങ് ചെയ്തിട്ടേക്കുന്ന നമ്മുടെ എപ്പീഷ്യ ചെടികളാണ്. അപ്പോൾ എപ്പീഷ്യ ചെടികൾ ഓവറായിട്ട് വെള്ളം വേണ്ട, കൂടുതലായിട്ട് ഇത് ചീഞ്ഞു പോകുന്ന ചെടിയായതുകൊണ്ട് അപ്പോൾ അത് ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഹാങ് ചെയ്യുന്ന ചെടികൾ ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ചീഞ്ഞു പോകാണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പോത്തോസ് വെറൈറ്റികൾ ഇതൊക്കെ ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. ആവശ്യത്തിന് മാത്രം വെള്ളം കിട്ടും. അതുകൊണ്ട് എപ്പോഴും അത് നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ വേറൊരു വെറൈറ്റി ബിഗോണിയാണ്. ഇത് ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെടികൾ തന്നെയാണ്. ഇതെല്ലാം ഷെയ്ഡിൽ മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഒരു റെഡ് ചെടി കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇപ്പം സൈഡിൽ മാറ്റി വെച്ചേക്കാണ്. എന്നാൽ ഒട്ട് പടിഞ്ഞാറു നിന്നുള്ള വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് കണ്ട നല്ലതായിട്ട് ചുമന്ന് വരും. ഇത് വെയിൽ കിട്ടേണ്ട ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഓവറായിട്ട് വന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ നമ്മുടെ ആന്തൂറിയം ചെടിയാണ്. ഇത് ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. ആന്തൂറിയം ചെടിയെ ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ ഫിലോഡെൻഡ്രോൺ, അത് ഇഷ്ടംപോലെ വെള്ളം കിട്ടിയാലും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ റോസ് ചെടി മഴ പെയ്തതിന് ശേഷം നന്നായിട്ട് കിളിർപ്പുകളും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ രോഗങ്ങളും മാറി നല്ല ഭംഗിയായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ മുട്ടും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചെറിയ പൂക്കളുണ്ടാകുന്ന വൈറ്റ് ഒരു റോസാണ്. പിന്നെ എൻ്റെ ഒരു 6 വെറൈറ്റി റോസ് ചെടിയുണ്ട്. അതിലൊക്കെ നന്നായിട്ട് മുട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പം മഴയത്തുനിന്ന് ഞാൻ ഷെയ്ഡിലൊന്നും മാറ്റി വെച്ചിട്ടില്ല, മഴയത്ത് തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് എൻ്റെ ഈ റോസുകൾ. നന്നായിട്ട് കിളിർപ്പൊക്കെ വന്ന് നന്നായിട്ട് മുട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് നിന്നാൽ നന്നായിട്ട് ചെടി മുട്ടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. ഈ മഴ വന്നേ പിന്നെ ഒന്നും ചെയ്തില്ല. ആ മഴയത്ത് നിന്ന് തന്നെ അതിൻ്റെ എല്ലാ രോഗബാധ എല്ലാം പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് മഴ കഴിഞ്ഞതിന് ശേഷം നല്ല വളമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് നാടൻ ചൈനീസ് ബോൾസാണ്. ഇതിന് ഒരു കുഴപ്പമില്ല, മഴയത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഷെയ്ഡിലേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല. നാടനായതുകൊണ്ടായിരിക്കും നന്നായിട്ട് ബുഷിയായിട്ട് വന്നിട്ടുമുണ്ട്. ഇഷ്ടംപോലെ പൂക്കളും ഇപ്പോൾ ഉണ്ടായി നിൽപ്പുണ്ട്. നാടൻ വെറൈറ്റികൾ മഴയത്ത് നിന്നാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ നിൽപ്പുണ്ട്. ഇനി ചെടികളൊക്കെ എന്തെങ്കിലും മഴ നനഞ്ഞ് നമുക്കറിയാണ്ട് മഴ നനഞ്ഞിട്ട് അത് ചീച്ചലിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാ ദിവസവും ശ്രദ്ധിക്കുക. ചീച്ചലിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അതെടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ അതേ ഈ ഒരു ഓർക്കിഡ്, ഇത് ഞാൻ മതിലെ തന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതും മഴയത്ത് തന്നെ നിൽക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അരേലിയ ചെടി, അതും നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ട്. അതും മഴയത്ത് തന്നെ നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഈ ടൊറീനിയ ചെടി, അതും മഴ നനഞ്ഞ് തന്നെ നിൽക്കുന്നതാണ്. അതിനും കുഴപ്പമൊന്നും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഷെയ്ഡിലേക്ക് മാറ്റിയിട്ട് ഒരു ചെടിയാണ് നമ്മുടെ ബിഗോണിയ. ഇത് കൂടുതൽ വെള്ളമായാൽ നന്നായിട്ട് ചീഞ്ഞു പോകും. അപ്പോൾ അത് ഷെയ്ഡിൽ തന്നെ സൂക്ഷിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ വെർബീന പ്ലാന്റ് ആണ്. അതും ഞാൻ ഷെയ്ഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ ഓവറായിട്ട് വെള്ളം വീഴാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതും ഷെയ്ഡിലിട്ട് നല്ല വെയിലുള്ളപ്പം മാത്രം വെയിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് കൊടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു ബിഗോണിയ, ഇത് മഴയത്ത് ആണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ കൂടുതൽ ഓവറായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും ഇതിൽ ലീഫൊക്കെ ഒന്ന് പൊട്ടി ഒരു വൃത്തികേടായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പിന്നെ പുഴുവിൻ്റെ ശല്യവും ഉണ്ട്. അങ്ങനെ ആ ഇലകളൊക്കെ ഇങ്ങനെ തിന്ന് വന്നിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ചീച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല. മഴയത്ത് തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു ബിഗോണിയ. പിന്നെ ഉള്ളത് നമ്മുടെ വിങ്ക പ്ലാന്റും ഷെയ്ഡിൽ തന്നെ വെച്ചേക്കാണ്. അത് കുഴപ്പമില്ല, ഇടയ്ക്ക് അതിന് സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 10 മണി ചെടിയും മഴയത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു ബോർഡർ ഗ്രാസിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നീളത്തിൽ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ്. മഴയത്ത് നന്നായിട്ട് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും.
ഇത് വെച്ച് പിടിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ മഴയത്തധികം ചീച്ചിലില്ലാത്ത ചെടികൾ കൂടുതലും വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അഡീനിയം പ്ലാന്റ് തീർച്ചയായിട്ടും മഴയത്തുനിന്ന് മാറ്റി ഷെഡിലേക്ക് വെക്കണം. അത് പ്ലാന്റ്സ് അധികം വളർച്ച എത്താത്തതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വെക്കണം. അതിൻ്റെ കോഡെക്സ് നല്ല വലിപ്പമുണ്ട്, വർഷങ്ങളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മഴയത്തിരുന്നാലും വലിയ കുഴപ്പം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്